ഹരി ഓം, ഏവർക്കും വർണ്ണാവണത്തിൽ ഒരു ചലക സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്, അല്ലെ? പിറന്നാൾ റിലേറ്റഡ് ആയിരുന്ന കാര്യമാണ്. സോ ഇത് കുറച്ച് എപ്പിസോഡ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യും. സോ എന്താണ് നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിറന്നാളിന്റെ ഒരു ആമുഖം, അതുപോലെ തന്നെ പിറന്നാൾ ഓരോ ദിവസം ഓരോ ആഴ്ച അല്ലെങ്കിൽ ഓരോ ദിവസം ജനിച്ചാലുണ്ടാവുന്ന ഫലങ്ങള്, അതേപോലെ തന്നെ എങ്ങനെ പിറന്നാൾ തിരഞ്ഞെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലെ? പിറന്നാളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പൂജകളൊക്കെ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആയുരാരോഗ്യത്തിനും മനഃശാന്തിക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പിറന്നാൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജന്മനക്ഷത്രം, അല്ലെ? ജന്മനക്ഷത്രം അല്ലെങ്കിൽ ഉദയത്തിന് മുതൽ 6 നാഴികയെങ്കിലും നമ്മുടെ ജന്മനക്ഷത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ദിവസം എന്താണ് പിറന്നാളായിട്ട് ആഘോഷിക്കാൻ സാധിക്കുള്ളൂ. 6 നാഴിക്ക് താഴെയാണെങ്കിൽ തലേ ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിറന്നാളായിട്ട് സ്വീകരിക്കേണ്ടത്. ഈ പിറന്നാൾ എന്ന് പറയുന്നത് ചില ആളുകൾക്കെങ്കിലും സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബർത്ത്ഡേ ആണോ പിറന്നാൾ എന്നാണ്. ബർത്ത്ഡേ എന്ന് പറയുന്നത് ജന്മദിനമാണ്. ജന്മദിനം എന്ന് പറയുന്നത് ഇപ്പം ജനുവരി 1 ജനിച്ചെങ്കിൽ ആ വ്യക്തിയുടെ ബർത്ത്ഡേ വരുന്ന എല്ലാ വർഷവും ജനുവരി 1 എന്നാൽ പിറന്നാൾ എന്ന് പറയുന്നത് ജനിച്ചത് 1 ആണെങ്കിലും ചിലപ്പോൾ പിറന്നാൾ വരിക 2 3 ആവാം, അല്ലെ? പിറന്നാൾ എന്ന് പറയുന്നത് ജന്മനക്ഷത്രം വരുന്ന ആ ഒരു വർഷത്തില് നക്ഷത്രം വരുന്നതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ പിറന്നാളാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ആചരിച്ചു വരുന്നു, നമ്മൾ കൂടുതൽ ആഘോഷിക്കുന്നു ഒക്കെ. എന്നാൽ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് ബർത്ത്ഡേ ആഘോഷമാണ് കൂടുതലായിട്ട് വരിക, അല്ലെ? ബർത്ത്ഡേ ആഘോഷമാണ് എല്ലാവരും കൂടുതലായിട്ട് ആഘോഷിക്കുക. പിറന്നാൾ ആഘോഷം ഒന്നെങ്കിൽ ആ വീട്ടിൽ അവർ മാത്രമാണെങ്കിൽ അങ്ങനെയൊക്കെ വരിക. ശരിക്കും പെരുന്നാളാണ് നല്ല രീതിയിൽ ആഘോഷിക്കുകയും പിറന്നാളാണ് നല്ല രീതിയിൽ നമ്മൾ ആ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പെരുന്നാൾ ദിവസങ്ങളിലാണ് പൂജ വഴിപാടുകളൊക്കെ നടത്തുന്നതൊക്കെ. അപ്പോ ചില മാസങ്ങളിലുള്ള അപൂർവമായിട്ട് 2 തവണ നക്ഷത്രം വരാറുണ്ട്. അങ്ങനെ വരുമെങ്കിൽ 2ാമത്തെ നക്ഷത്രമാണ് എന്ത് വേണ്ടത്, നമ്മൾ പിറന്നാളായിട്ട് സ്വീകരിക്കുന്നത്, നമ്മൾ എടുക്കേണ്ടത്, പിറന്നാളിന്റെ ദിവസമായിട്ട് എടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഓരോ ദിവസവും എന്താണ് ഈ നമ്മുടെ പിറന്നാൾ വരുമ്പോൾ, അതായത് വർഷം വരുമ്പോൾ ഓരോ ഫലങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. അത് ആ വർഷത്തിന്റെ എന്താണ് അടുത്ത വർഷത്തിന് മുമ്പായിട്ട് ആ ഫലം നമുക്ക് അനുഭവത്തിൽ തരുമെന്നാണ് പറയുന്നത്. സോ അതിന് ദോഷഫലങ്ങൾ എന്ന് ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ്, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് പരിഹാരം എന്താണ് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, ഡിസ്കസ് കൂടുതൽ കാര്യമായിട്ട് തന്നെ ചെയ്യാം. അപ്പൊ നമ്മൾ പിറന്നാൾ ദിവസം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിരാവിലെ ഉണരുക എന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യം തന്നെയാണ്, അല്ലെ? അതിരാവിലെ ഉണർന്ന് നമ്മൾ എന്ത് ചെയ്യുക, കുളിച്ച് പുതുവസ്ത്രം ധരിച്ച് നമ്മളെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി തിരിച്ചു വന്നൊക്കെ നല്ല ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അന്നേ ദിവസം വ്രതമൊക്കെ എടുക്കുന്നവരെങ്കിൽ ഉത്തമമാണ്. വ്രതം പരമ ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ്. അന്നേ ദിവസം ദാനം ചെയ്യുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അന്നദാനമൊക്കെ ചെയ്യുന്നത് നല്ല മഹത്തായ കാര്യം തന്നെയാണ്. അപ്പൊ ദാനം നമുക്ക് പല വിധത്തിൽ ചെയ്യാമല്ലോ. അപ്പൊ ഓരോ ദാനം ചെയ്യുമ്പോഴും പിറന്നാൾ ദിവസം ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫലം എന്താണ്, നമുക്കത് എന്താണ് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ആ വീഡിയോസ് വേണ്ടി കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ദാനം ചെയ്യാം. അതേപോലെ തന്നെ പുതുവസ്ത്രം ധരിക്കാം, മഹാഭരണം ധരിക്കാം, സദ്യ കഴിക്കാം. ഇതൊക്കെ നമുക്ക് അനുകൂലമായി കഴിഞ്ഞാൽ അന്നേ ദിവസം മാംസാദികൾ ഒഴിവാക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടെ. നമുക്ക് അന്നേ ദിവസം കുറച്ച് വെയിറ്റ് ചെയ്യാനാവുന്ന കുറച്ച് ഉത്തമമായിട്ടുള്ള കാര്യമാണ് അന്നേ ദിവസം എന്ന് പറയുന്നത്. പിന്നെ പേഴ്സണലി ഓരോരുത്തരും ഇഷ്ടം, പക്ഷെ നമ്മുടെ രീതിയിൽ ഇങ്ങനെയാണ് പറയുക. അതേപോലെ തന്നെ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതൊക്കെ പിറന്നാൾ ദിവസം ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പുണ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുക, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ഒക്കെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് പിറന്നാൾ ദിവസം ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. കാരണം അത് ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യുമ്പോൾ ഈ വീഡിയോക്ക് എന്ത് കൂടാൻ സാധ്യതയുണ്ട്. സോ അത് മറ്റൊരു വീഡിയോ ആയിട്ട്, ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, പിറന്നാൾ ദിവസം ചെയ്യാൻ പാടാതെ ഇപ്പം അന്നേ ദിവസം നമ്മൾ പറഞ്ഞ മത്സ്യാദികൾ ഒഴിവാക്കുന്നത് ഉത്തമമാണെന്ന് പറഞ്ഞു. അന്നേ ദിവസം പുറത്തുനിന്ന് ആഹാരം കുറയ്ക്കുന്നത് ഉത്തമമാണ്. അപ്പൊ ഒരു ചോദ്യം വരാം, നമുക്ക് പുണ്യസ്ഥലങ്ങൾ കാണാൻ പോകുന്ന നല്ല ആളുടെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഉത്തമമാണെന്ന് പറഞ്ഞു. സോ പുറത്തു പോകുമ്പോൾ എങ്ങനെയാണ് ആഹാരം കഴിക്കുക, ആ ഹോട്ടലിൽ നിന്നല്ലേ കഴിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയാം. സോ അന്നേ ദിവസം വേണമെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ നല്ല വെയിറ്റ് ചെയ്യാൻ ഹോട്ടലിൽ കഴിക്കാം നമുക്ക്. ഇനി അതല്ലെങ്കിൽ
ക്ഷേത്രങ്ങളിൽ തന്നെ അന്നദാനം ഉണ്ടാവും. ആ ആഹാരം കഴിക്കുന്നത് നമുക്ക് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ആഹാര കാര്യങ്ങൾ വേസ്റ്റ് ആക്കാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കാം. അതേപോലെ തന്നെ ദിവസം പിറന്നാൾ ദിവസം ആഹാരം തരുമ്പോൾ മതി എന്ന് പറയാതിരിക്കുക. നമ്മളെ വീട്ടിൽ നിന്ന് ആൾ കഴിക്കുന്നെങ്കിൽ അവർക്കറിയാം നമ്മൾ എന്തോരം കഴിക്കണമെന്ന്. അപ്പൊ അതിനനുസരിച്ചുള്ള ആഹാരം കൊടുക്കുക. കൂടുതൽ വേണമെങ്കിൽ അധികം വേണമെങ്കിൽ ചോദിക്കുക. ഇനി ആ മെച്ചം വന്ന് ആഹാരം മതി എന്ന് പറയാതെ മെച്ചം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ ആഹാരം മൃഗങ്ങൾക്കോ പശുക്കൾക്കോ നൽകാവുന്നതാണ്. നമ്മൾ കഴിച്ചത് മെച്ചമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എച്ചിൽ പാത്രങ്ങൾ അന്നത്തെ ദിവസം കഴുകാതിരിക്കുക, എച്ചിൽ കഴിക്കാതിരിക്കുക അന്നത്തെ ദിവസം. അതൊക്കെ നമുക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഓരോ ദിവസം നക്ഷത്രം പിറന്നാൾ വന്നാലുള്ള ഫലങ്ങൾ നമുക്ക് തോന്നുന്നു. തിങ്കളാഴ്ചയാണ് നമ്മുടെ പിറന്നാൾ വേണമെങ്കിൽ നമുക്ക് പറയണമെങ്കിൽ നിഷ്ഠാന ഭോജനമാണ് ഫലം എന്ന് പറയുന്നത്. ചൊവ്വാഴ്ചയാണെങ്കിൽ ആദിവ്യാധികളും ബുധനാഴ്ച ആണെങ്കിൽ വിദ്യാലാഭവും പറയാവുന്നതാണ്. വ്യാഴാഴ്ചയാണെങ്കിൽ വിശേഷ വസ്ത്രലാഭം നമുക്ക് പറയാം. വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ സൗഭാഗ്യവും, ശനിയാഴ്ച ആണെങ്കിൽ മാതാപിതാക്കൾക്ക് അരിഷ്ടതയുമാണ് ഫലം. ഞായറാഴ്ച ദിവസമാണെങ്കിൽ ദൂരയാത്ര പോകുന്ന സാഹചര്യങ്ങൾക്കാണ് പറയുന്നത്. അപ്പൊ ഈ ഫലങ്ങളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വർഷത്തെ അടുത്ത പിറന്നാളിന് മുമ്പായിട്ട് ഈ ഒരു ഫലം അനുഭവിക്കും എന്നാണ് ഇത് പറയുന്നത്. അപ്പൊ ദോഷഫലം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ശനിയാഴ്ച ദിവസം, ചൊവ്വാഴ്ച ദിവസം, അതേപോലെ തന്നെ ഞായറാഴ്ച ദിവസം, ഈ 3 ദിവസങ്ങളിൽ പിറന്നാൾ വന്നതാണ് ദോഷഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെന്തൊക്കെ പരിഹാരം ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ പൊതുവെ ക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്ന വഴിപാടുകൾ എന്തൊക്കെയാണ്? പിറന്നാൾ ദിവസം ചെയ്യാവുന്ന വഴിപാട്, നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ എന്ത് വഴിപാട് വേണം ചെയ്യാം. എന്നാൽ ഈ പറയുന്ന വഴിപാടും ചെയ്ത് കുറച്ച് ഗുണങ്ങൾ എന്താണ്, ഒന്നും ചെയ്യാൻ അറിയില്ല, എനിക്കത് കാര്യം അറിഞ്ഞേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ, ഇപ്പൊ വിഷ്ണുദേവനാണെങ്കിൽ നമുക്ക് പാലഭിഷേകം നടത്താം, കൃഷ്ണനാണെങ്കിൽ നമുക്ക് പാൽപായസം നടത്താം, അതേപോലെ തന്നെ വെണ്ണ സമർപ്പിക്കാം, ചെയ്ത് ഉത്തമമാണ്. ശിവനാണെങ്കിൽ ധാര നടത്താം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്താം, നമുക്ക് മൃത്യുഞ്ജയ ഹോമം നടത്താം. ദേവിക്കാണെങ്കിൽ കടുംപായസം നടത്താം, നെയ്വിളക്ക് സമർപ്പിക്കാം, നെയ്യ് സമർപ്പിക്കാം. അതുപോലെ യോഗീശ്വരനാണെങ്കിൽ വസ്ത്രം സമർപ്പിക്കാം, ശാസ്ത്രായ നെയ്സമർപ്പണം നടത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴിപാടുകളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയാണ് നടത്തിയിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ ഇത്ര ഒന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അനുയോജ്യം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾ നടത്താവുന്നതാണ്. ഇതെല്ലാം നടത്തണമെന്ന് ചോദിച്ചാൽ എല്ലാം നടത്തണമെന്നല്ല. നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിലെ ദേവൻ ആരാണല്ലോ, പൂർത്തി ആരാണോ അതനുസരിച്ചുള്ള വഴിപാടുകൾ നടത്താം. ഓക്കെ, യഥാശക്തിയുള്ള വഴിപാടുകൾ നടത്തുക. ക്ഷേത്ര ദർശനം നടത്തുക. ക്ഷേത്ര ദർശനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം ആ ക്ഷേത്രത്തിന്റെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരികയും നമുക്ക് അന്നേ ദിവസം മുതൽ ഒരു ഉന്മേഷം വർദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു പുതിയ ഒരു തുടക്കം, ഓരോ പിറന്നാൾ എന്ന് പറയുന്ന പുതിയ പുതിയ തുടക്കമായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പിറന്നാൾ ദിവസം അന്നേ ദിവസം നമുക്ക് നമ്മുടെ വൃക്ഷം ഇല്ലെങ്കിൽ നടുകയും അതിനെ പരിപാലിക്കുകയൊക്കെ ചെയ്യാം. ഇനി അതന്നെ നമ്മുടെ വീട്ടിനകത്തിന്റെ നമ്മുടെ ആ ഒരു വൃക്ഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ പരിപാലിക്കാം. കാരണം അത് അനുകൂലമായ വ്യവസായം, അത് പിറന്നാൾ ദിവസം തന്നെ വേണ്ട, തുടർന്നും പരിപാലിക്കണം. പക്ഷെ അന്നേ ദിവസം വരെ വൃക്ഷം ഇല്ലെങ്കിൽ നമുക്ക് അന്നേ ദിവസം അത് വൃക്ഷങ്ങൾ നട്ടിട്ട് ഇനി അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്ത് ചെയ്യാം, ഒരു വൃക്ഷത്തെ കൊണ്ടുപോയി നടുക. അതെന്താ ശരിക്കും നമ്മുടെ എൻവയോൺമെന്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്ത് ചെയ്യണം, ആ ഒരു വൃക്ഷത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പുതിയൊരു ജീവൻ, വൃക്ഷം എന്ന് പറയുന്നത് ജീവനാണ് അല്ലെ, ആ പുതിയ ജീവനെ കൊടുക്കുക. അതുപോലെ തന്നെ ജന്മ നക്ഷത്രത്തിന് മൃഗത്തെയും പക്ഷിനെയൊക്കെ ആഹാരം കൊടുക്കുന്നത് ഉത്തമമാണ്. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വന്യ മൃഗങ്ങളെയൊക്കെ എന്ത് ചെയ്യാമില്ല, നമുക്ക് വളർത്താനൊന്നും സാധിക്കില്ല. സോ അനുസരിച്ചുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ യഥാബുദ്ധി ഓരോ കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ യുക്തി അനുസരിച്ച് ലോജിക്കായിട്ട് ചിന്തിക്കണം അല്ലെ. എല്ലാ കാര്യങ്ങളും നമുക്ക് അതേപോലെ ചെയ്യാവുന്നില്ല. സോ നമ്മൾ യുക്തികൾ ചിന്തിക്കണം. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അത്യാവശ്യത്തെ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ട് താഴെ കമന്റ് ചെയ്യുക. ഇതിന്റെ തുടർന്ന് കുറെ ഭാഗങ്ങൾ വരാനുണ്ട്. അപ്പം നമുക്ക് ഘട്ടഘട്ടമായിട്ട് ഓരോ ദിവസങ്ങളിലിടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇത് ജ്യോതിഷബന്ധമായിട്ടും വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചാനൽ ചർച്ച ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഫേസ്ബുക്കിലെ കാണണമെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ വീഡിയോ ഷെയർ ചെയ്യുക. സംശയം താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.